ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമിതമായ മൊബൈൽ ഉപയോഗം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെയും കണ്ണിനെയും ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ദിവസവും മണിക്കൂറുകളോളം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് മൊബൈലിൽ തന്നെയാണ്. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഒരുപാട് സമയം മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ മരവിക്കുക, കൈക്ക് വേദന വരിക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് വേദന, തുടർച്ചയായിട്ട് നമുക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നൊരു സാഹചര്യം വരുന്നത്, അതുപോലെ തന്നെ കണ്ണ് വരണ്ടു പോകുന്നൊരവസ്ഥ, കണ്ണിനകത്ത് മണൽത്തിരി പോയ പോലെ ബുദ്ധിമുട്ടുണ്ടാവുക, കഴുത്ത് വേദന, തോള് വേദന, ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ഉപയോഗം കൊണ്ട് വരുന്ന ലക്ഷണങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണം വെക്കേണ്ടതും അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, തോള് വേദനയും കഴുത്ത് വേദനയും. നമുക്ക് ഒരുപാട് നേരം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴുത്ത് വേദനയും തോള് വേദനയും വരുന്നത്. നമ്മൾ നേരെ ഇരിക്കുന്ന സമയത്ത് 4 മുതൽ 7 കിലോഗ്രാം ഭാരമാണ് നമ്മുടെ കഴുത്തിന് അനുഭവപ്പെടുക. കുറേ നേരം മൊബൈൽ നോക്കിയോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ നമ്മൾ കഴുത്തൊന്ന് ചെറുതായിട്ട് കുനിക്കുകയാണെന്നുണ്ടെങ്കിൽ, തല കുനിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഡിഗ്രിയിലാണ് നമ്മൾ തല മുന്നോട്ട് കുനിക്കുന്നതെങ്കിൽ ഏകദേശം 12 കിലോഗ്രാം ഭാരം വരെയാണ് കഴുത്തിന് അനുഭവപ്പെടുന്നത്. ഇതൊരു 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 18 കിലോഗ്രാം ഭാരം വരെയും, നമ്മളൊരു 30 ഡിഗ്രിയിലാണ് തല കുടിക്കുന്നതെങ്കിൽ ഏകദേശം 20 മുതൽ 27 കിലോഗ്രാം ഭാരം വരെയും കഴുത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് കാരണമാവുകയാണ്. നമ്മുടെ കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് വരുന്ന സമ്മർദ്ദമാണ് ഈ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അത് തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിനും കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇരിക്കുന്ന പോസ്ചർ ആദ്യം ഒന്ന് കറക്റ്റ് ആക്കുക. ആദ്യം വരുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനാണ്. ഒന്നാമത്തെ പൊസിഷൻ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ ലക്ഷണം. 20-20-20 റൂള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ കണ്ണിന് വരുന്ന ഒരു ടയർനെസ് ഒഴിവാക്കാൻ പറ്റും. അതായത് 20 മിനിറ്റ് നേരം 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കിയിരിക്കാം. ഇതാണ് 20-20-20 റൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ കൂടുതൽ നേരം ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ശരീരഭാരവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണിനും ഒരുപാട് നേരത്തെ ടയർഡ്നെസ് ഉണ്ടാവുകയില്ല. പിന്നീട് വരുന്നതാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ നമുക്കറിയാം, പിന്നീട് വരുന്നതാണ് ഇന്നത്തെ ജനറേഷൻ. ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് രാത്രി സമയങ്ങളിൽ ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഇവരിലുണ്ടാകുന്നത് ഉറക്കക്കുറവ്. ഈ ഉറക്കക്കുറവ് നമുക്ക് നാളെ പലതരത്തിലുള്ള സിവിയർ അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രാത്രി കാലങ്ങളിൽ നമുക്ക് പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് സ്ലീപ്പ് ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ നോക്കുന്ന സമയത്ത് ഈ മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് നമ്മുടെ കണ്ണിനകത്തൂടെ തലച്ചോറിൽ എത്തുകയും തലച്ചോറ് ആ സമയത്ത് മനസ്സിലാക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇപ്പോഴും പകലാണെന്നായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉറക്കം വരുന്നത് വളരെ വൈകിയായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരവും കണ്ണും ഒരുപോലെ ടയേർഡായിരിക്കും. ഈ ഉറക്കക്കുറവ് പിന്നീട് വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി നിങ്ങൾ ഉറങ്ങുന്ന ഒരു സമയത്ത് 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ മൊബൈൽ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസേജ് കുറയ്ക്കുക. 2 മണിക്കൂറെങ്കിലും ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കിയിരിക്കണം. അതുപോലെ കഴുത്തും തോളും നമ്മൾ ഇടയ്ക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇടയ്ക്കൊന്ന് മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിയന്ത്രണം വരുത്തുക. ഒരുപാട് നേരം ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതിലെല്ലാം ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക, ഇരിക്കുന്ന പോസ്ചറുകൾ കൃത്യമാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ദീർഘനേരത്തെ നമ്മുടെ ഈ മൊബൈൽ ഉപയോഗം നമ്മളെ വലിയ വലിയ അസുഖത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നേരം മൊബൈൽ നോക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലൂ പ്രൊട്ടക്റ്റഡ് ലെൻസോ ബ്ലൂ ഫിൽറ്ററോ ഓൺ ആക്കിയിട്ട് വേണം മൊബൈൽ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം.